ഈ മനുഷ്യന് വേദന അനുഭവപ്പെടുമ്പോഴെല്ലാം അവന്റെ വായിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ പുറത്തുവരും. കൂടുതൽ സമ്പന്നനാകാൻ അവനൊരു സ്യൂട്ട് കേസിനുള്ളിൽ പാക്ക് ചെയ്തു. എന്നാൽ ലഗേജ് കൊണ്ടുപോകുന്നതിനിടയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. ഏതൻ എന്ന വിദ്യാർത്ഥി അബദ്ധവശാൽ സ്യൂട്ട് കേസ് എടുത്തു. വീട്ടിലെത്തിയപ്പോൾ അകത്തൊരാളുണ്ടെന്ന് അവൻ കണ്ടെത്തി. തന്റെ രഹസ്യം മറയ്ക്കാൻ ആ മനുഷ്യൻ കള്ളം പറഞ്ഞു. ചിലർ തന്റെ പിന്നാലെ വരുന്നതിനാൽ താൻ ഓടിപ്പോവുകയാണെന്ന് അയാൾ പറഞ്ഞു. ഏതൻ അധികം ചിന്തിച്ചില്ല. അവനെ സഹായിക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം പുറത്തു വന്നു. രഹസ്യം പുറത്തായതിനാൽ ആ മനുഷ്യൻ മുഴുവൻ സത്യവും പറഞ്ഞു. തന്റെ ശരീരത്തിനുള്ളിൽ വിചിത്രമായ എന്തോ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. വേദന അനുഭവപ്പെടുമ്പോഴെല്ലാം വായിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ പുറത്തുവരും. ഏതൻ അവനെ രക്ഷപ്പെടാൻ സഹായിച്ചാൽ എല്ലാ നാണയങ്ങളും തരാമെന്ന് പറഞ്ഞു. എന്നാൽ അത്യാഗ്രഹം ഏതന്റെ ഹൃദയത്തെ ഇതിനകം കീഴടക്കിയിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ അറിഞ്ഞില്ല. സഹായിക്കുന്നതിനു പകരം ഏതൻ സ്യൂട്ട് കേസ് എവിടെയോ ഒളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഏതൻ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോയി. ആ നാണയം ശുദ്ധമായ സ്വർണ്ണമാണെന്നും ഏകദേശം $500 വിലയുള്ളതാണെന്നും മനസ്സിലായി. ഏതൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തന്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ അവരെത്തിയപ്പോൾ അവന്റെ കാമുകി മിയ ഭയന്ന് അവിടെ നിൽക്കുന്നത് കണ്ടു. സ്യൂട്ട് കേസിൽ നിന്നും വിരലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ട് അവൻ ആരെയോ കൊന്നതാണെന്ന് അവൾ കരുതി. ഏതൻ അകത്തേക്ക് പോയി നോക്കിയപ്പോൾ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ടു. മിയ അയാളെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ മനുഷ്യനെ വലിച്ചപ്പോൾ അവന്റെ വായിൽ നിന്ന് മറ്റൊരു സ്വർണ്ണ നാണയം പുറത്തുവന്നു. അത്യാഗ്രഹം മൂത്ത അവന്റെ ഫ്രണ്ട് റയാൻ സ്യൂട്ട് കേസ് വലിച്ചിഴച്ച് പടിക്കെട്ടിലൂടെ താഴേക്കുരുട്ടി. എല്ലായിടത്തും നാണയങ്ങൾ ചിതറി. അവർക്ക് അത്യാർത്ഥി മൂത്തു. കൂടുതൽ നാണയങ്ങൾ പുറത്തു വരാൻ വേണ്ടി അവരെല്ലാം ആ മനുഷ്യനെ വ്യത്യസ്ത രീതികളിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ ആർഭാട ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. അവരെല്ലാ പരിധികളും മറികടന്നു. അവർ കോയിൻ കിട്ടാൻ ഷോക്ക് പോലും നൽകാൻ തുടങ്ങി. ആ മനുഷ്യന്റെ അവസ്ഥ കൂടുതൽ വഷളായി. ഒരു ദിവസം അവന് പെട്ടെന്ന് കുറ്റബോധം തോന്നി. ആ മനുഷ്യനെ വിട്ടയക്കണമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ റയാനും മിയയും വിസമ്മതിച്ചു. പിന്നെ റയാൻ ബട്ടൺ അമർത്തി ഒരു ഷോക്ക് കൊടുത്തു. ഏതൻ ദേഷ്യപ്പെടുകയും പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ മിയ അവന്റെ ഫോൺ പിടിച്ചുവാങ്ങി. റയാൻ അവനെ ചുറ്റിക കൊണ്ടടിച്ചു. അവർ പണമെടുത്ത് ഓടിപ്പോകാൻ ശ്രമിച്ചു. പോകുന്നതിന് മുൻപ് കുറച്ച് നാണയങ്ങൾ കൂടി എടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അവരയാൾക്ക് വീണ്ടും ഒരു ഷോക്ക് നൽകിയപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങി. പക്ഷെ അവരത് ഗൗരവമായി എടുത്തില്ല. വീണ്ടും ബട്ടൺ അമർത്തി. മുറിയിൽ കറുത്ത പുക നിറഞ്ഞു. സ്യൂട്ട് കേസിനുള്ളിലെ മനുഷ്യൻ ഒരു രാക്ഷസനായി മാറി. അവന്റെ ശരീരം ഭയത്താൽ മരവിച്ചു. അപ്പോഴേക്കും 2 ഒഴിഞ്ഞ സ്യൂട്ട് കേസുകൾ തയ്യാറായിരുന്നു. രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.